അവർ അതിലെ ബോബി മണ്ഡലിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള പഴംപൊരി, ഒരു പഴംപൊരി അയാളെ ഒരു വയസ്സായ ആളുടെ കടയിൽ പോയി വാങ്ങുന്നു. അപ്പം ആ പഴംപൊരി ഇങ്ങനെ തളർന്നു കിടക്കുകയാണ്. അത് കാണിച്ചിട്ട് ആ ചേട്ടൻ്റെ ഭാര്യയോട് ഇയാൾ ചോദിക്കുകയാണ്, ബോബി മണ്ണൂര്, ചേട്ടൻ്റെ പഴംപൊരി പണ്ടേ ഇങ്ങനെ തളർന്നതാണോ? സി അതറിയാം, എന്താണ് അയാൾ എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് അറിയാം. എന്തുകൊണ്ടാണ് അവർ പ്രതികരിക്കാത്തത്? അവർ വളരെ സാധാരണക്കാരായ മനുഷ്യരാണ്. അവർ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ വലിയ ലോകത്ത് നിൽക്കുന്ന ആ ചോദ്യം ബോബി ചെമ്മണ്ണൂരിന് പകരം ഞാനോ നിങ്ങളോ ചോദിച്ചാൽ ആ സ്ത്രീ അപ്പം അടിക്കും. ഇത് അയാളുടെ പണത്തെ, സമൂഹത്തിലുള്ള പ്രിവിലേജിനെ, അയാളുടെ ആ ഒരു പവറിനെ പേടിച്ചുകൊണ്ട് തന്നെ അവർ വിധേയരായി നിന്നു കൊടുക്കേണ്ടി വരികയാണ്. ഈവൻ ഹണിറോസ് പോലും പറഞ്ഞു, അതായത് എത്രയാ പറയുക, എന്നെ പേയ്മെൻറ്റ് കൊടുത്താണ് വിളിച്ചത്. ആ മനുഷ്യനെ ആ വേദിയിൽ വെച്ചാണ് ആദ്യമായി കാണുന്നത്. മുൻപരിചയമൊന്നുമില്ല. ഒരു പൈസ കൊടുത്ത് ഒരു സിനിമാ നടിയെ, അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിയെ, അല്ലെങ്കിൽ ഒരു സ്റ്റാർ വാല്യൂ ഉള്ള ഒരാളെ അയാളുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട്, അയാളുടെ കമ്പനിയുടെ പ്രൊമോഷന് വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പൈസ കൊടുത്ത സ്ത്രീ അയാളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയി മാറിയെന്നാണ് അയാൾ വിചാരിക്കുന്നത്. അയാളുടെ ഭാര്യയോ അമ്മയോ മകളോ പോലും അയാളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. അയാളുടെ ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്ത, കംഫർട്ടില്ലാത്ത സമയത്ത് അയാളുടെ ഭാര്യയോട് പോലും ഇത്തരം ഒരു ഡയലോഗ് അടിക്കാൻ അയാൾക്ക് റൈറ്റില്ല. അതാണ് നമ്മളുടെ സമൂഹവും നമ്മുടെ നാട്ടിലെ നിയമവും സ്ത്രീകൾക്ക് കൊടുക്കുന്ന അന്തസ്സ്. മാഡം ഇപ്പോൾ ഒരു സ്ത്രീയാണ് പരാതിയായിട്ട് പോയിരിക്കുന്നത്. ഒരു സ്ത്രീ എന്ന രീതിയിൽ എന്ത് ഇടപെടലുകൾ കൊടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്? ഇത് സത്യത്തിൽ ഇയാൾക്കെതിരെ ഒരു നമ്മൾ വലിയ വലിയ ശിക്ഷാ നടപടികൾ ഉണ്ടാകുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും ഒരു 10 ദിവസമെങ്കിലും അയാളെ അകത്തിടാൻ പറ്റിയാൽ, ഒരു റിമാൻഡിൽ കിടത്താൻ പറ്റിയാൽ അത് വലിയ വിജയം തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ ഒരുപാട് പരാതികളായിട്ട് ഈ പറയുന്ന സ്റ്റേഷനുകളിൽ കയറി ഇറങ്ങിയാണ് ഒന്നിനും ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെങ്കിലും വിചാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റം വരട്ടെ എന്നുള്ളതാണ്. ആരെങ്കിലും ഒരു 10 പേരെങ്കിലും തിരുത്താൻ തയ്യാറാവട്ടെ, പേടിക്കട്ടെ, സ്ത്രീയെ പറയാൻ പേടിക്കട്ടെ. ഞങ്ങൾക്ക് പേഴ്സണലി അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ ഞങ്ങളിത് മിക്കവാറും ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതൊക്കെ, ഇത്തരം വീഡിയോസൊക്കെ പല ഓൺലൈൻ ചാനലിലും, നിങ്ങളെപ്പോലുള്ള പല ഓൺലൈൻ ചാനലിലും ഇൻ്റർവ്യൂ ചെയ്യുന്നതിലടക്കം ഈ ഒരു പെൺകുട്ടി ഇൻ്റർവ്യൂ, അതായത് ചാനലിൻ്റെ പേര് മറന്നുപോയി, പെൺകുട്ടി ചോദിച്ചു, എന്നും ഈ വെള്ളയുമാണ് ഇടുന്നത്, ബോറടിക്കില്ലേ? അപ്പോൾ ചോദിക്കാൻ ഇത് ഊരണം. സി, ഒരു അയാളുടെ മകളുടെ പ്രായമേ ഉള്ളൂ. ഓക്കെ, അത്തരം ആ ഒരു പ്രായമുള്ള പെൺകുട്ടിയോട് പോലും ചോദിക്കുന്ന ചോദ്യം, എന്നിട്ട് അത് ഓൺലൈൻ ചാനലുകാർ അവരുടെ പ്രൊമോഷൻ വേണ്ടി ഉപയോഗിച്ചു, അത് ഓക്കെ. അതിനുശേഷം ഇയാൾ ഇതെന്തോ പ്രിവിലേജ്, അതേ ടൈറ്റിൽ കാർഡ് യൂസ് ചെയ്തുകൊണ്ട് ആ പെൺകുട്ടിയുടെ ഒക്കെ ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ട് ടൈറ്റിൽ കാർഡും വെച്ചുകൊണ്ട് നേരെ ഇയാളുടെ പ്രൊഫൈലിൽ കൊണ്ടിരിക്കുകയാണ് ഫേസ്ബുക്ക് പേജിൽ. സോ എവിടെയാണ് അയാൾ ജീവിക്കുന്നത്? അയാൾക്ക് എന്തും പറയാമെന്നാണ്. അതായത് നഗ്നതാ പ്രദർശനം നടത്തട്ടെ എന്നാണ് അയാൾ ചോദിക്കുന്നത്. നഗ്നതാ പ്രദർശനം ഇല്ലീഗലാണ്, മനസ്സിലാവുന്നുണ്ടോ? അവിടെയാണ് ഞാനിത് ഊരട്ടെ എന്നൊരു പബ്ലിക് ഡൊമൈനിൽ നിന്നുകൊണ്ട് ചോദിക്കുന്നത്. പേഴ്സണൽ സ്പേസിൽ പോലും അല്ല. ഈ സാധനം ഷൂട്ട് ചെയ്ത് നേരെ പബ്ലിക് ഡൊമൈനിലേക്ക് വിടുകയാണ്. അവിടെയാണ് സമൂഹത്തിന് ഏറ്റവും തെറ്റായ മാതൃക അയാൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈവൻ ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന സ്ത്രീ ആണെങ്കിൽ പോലും അവരെ ചോദ്യം ചെയ്യാൻ ഇയാൾക്ക് റൈറ്റ് ഇല്ല. അത് അവരുടെ തീരുമാനമാണ്, ആ സ്ത്രീയുടെ തീരുമാനമാണ്. അതിനെ ചോദ്യം ചെയ്യാൻ ഇയാൾക്ക് റൈറ്റേ ഇല്ല, മറ്റൊരാൾക്കും റൈറ്റ് ഇല്ല. ഇതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നടി തന്നെ നടിക്ക് എതിരെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ശരിക്കും കാണുന്നത്? സ്വാഭാവികമായിട്ടും അമ്മയെ തല്ലിയാലും രണ്ടിൻ്റെ പക്ഷമെന്ന് പറയുന്നത്. ഇതിലിപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ, ഇപ്പോൾ ഹണിറോസ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഇന്ന് പബ്ലിക്കിൽ ഇങ്ങനെ ഒരാളുടെ പേര് പറയാൻ തയ്യാറായത് കൊണ്ടിട്ടാണ് അവർക്ക് ഇത്രയും സപ്പോർട്ട് വന്നത്. എന്നാൽ ഇവർ ഇതിൽ കൂടുതൽ ആക്ഷേപങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ള സ്ത്രീയാണ്, ഒരുപാട്. അന്നൊന്നും നമ്മളാരും സപ്പോർട്ട് ചെയ്യാൻ ചെന്നില്ലല്ലോ, ഒരു പരിധിക്കപ്പുറം ആരും സപ്പോർട്ട് ചെയ്യാൻ ചെന്നിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഒരാൾക്ക് വിളിച്ചു പറയാൻ പറ്റാത്ത വരുന്നത്? അവർക്ക് നേരിടുന്ന ഒരു ദുരനുഭവം, നിങ്ങൾക്ക് മാത്രം എന്തേ ദുരനുഭവം ഉണ്ടാകുന്നു? നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിലേക്ക് ചെന്ന് നോക്കിയാൽ അറിയാം അമ്മയ്ക്കോ പെങ്ങൾക്കോ എന്തെല്ലാം നേരിടുന്നു എന്നുള്ളത്. പിന്നെ അവരുടെ വസ്ത്രധാരണം കൊണ്ടാണോ ഇന്ന് പിഞ്ചു മക്കൾ മുതൽ 90 വയസ്സായ അമ്മമാർ വരെ പിടിപ്പിക്കുന്നത്? അല്ല. അപ്പം നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ നോട്ടങ്ങൾ നമ്മളാണ് മാറേണ്ടത്, നമ്മൾ ഓരോരുത്തരുമാണ് മാറേണ്ടത്. അല്ല, ഇപ്പം അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആ നടി ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു.
കാരണം ഞാനതാ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല, അതുകൊണ്ടാണ്. കേരളത്തിന്റെ ലൈംഗിക ചൂഷണം ചെയ്തുകൊണ്ടാണ് യൂസ് ചെയ്തുകൊണ്ടാണ് ഹണി റോസ് കാരണം ഹണി റോസിന്റെ ഒഫീഷ്യൽ പേജുകളിൽ ഞാൻ പറഞ്ഞുതരാം, ഒഫീഷ്യൽ പേജുകളിൽ സ്റ്റോറിയായും സ്റ്റാറ്റസായും വരുന്നത് വിവിധ ആംഗിളുകളിൽ പല ആംഗിളുകളിൽ നിന്ന് എടുത്ത വീഡിയോസിന്റെ കട്ട്സ് അവരുടെ ഒഫീഷ്യൽ സ്റ്റാറ്റസിൽ വരുമ്പോൾ അതിന് എന്താണ് ആൾക്കാർക്ക് നൽകുന്നത്? അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ശരിക്കും നമുക്ക് അതിനെക്കുറിച്ച് ഐഡിയ ഇല്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, ഹണി റോസ് ഏത് ആംഗിളിലുള്ള ഫോട്ടോ ഇടണം എന്നുള്ള അവരുടെ തീരുമാനമാണ്. ആ നടിക്ക് ലൈംഗിക ദാരിദ്ര്യം എന്താണെന്ന് അറിയത്തില്ല. സെക്ഷൽ പൊവേർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കോ എനിക്കോ ഒക്കെ ഒന്നുകിൽ ഭാര്യയായിട്ടോ ഗേൾ ഫ്രണ്ടായിട്ടോ പെയ്ഡ് സെക്സ് ആയിട്ടോ ഒക്കെ സെക്സ് നമുക്ക് അല്ലെങ്കിൽ ഓൺലൈനിലോ ഒക്കെ ലഭ്യമാണ്. എന്നാൽ ഇതുപോലും അവൈലബിൾ അല്ലാത്ത ആളുകളുണ്ട്. അവരാണ് സെക്ഷൽ പൊവേർട്ടി അനുഭവിക്കുന്ന ആളുകൾ. അപ്പം അവർ പറഞ്ഞത് ലൈംഗിക താല്പര്യമുള്ള ആളുകളെ കുറിച്ചാണ് അവർ പറഞ്ഞത്. ഓക്കെ, ലൈംഗിക താല്പര്യം വേറെയാണ്, സെക്ഷൽ പൊവേർട്ടി വേറെയാണ്. എനിക്കിപ്പോൾ ഒരാളുടെ താല്പര്യം തോന്നി, എനിക്കിപ്പോൾ എൻ്റെ ഭാര്യയോട് ലൈംഗിക താല്പര്യം ഇന്ന് തോന്നി, അവൾക്ക് അതിന് താല്പര്യമില്ല എന്ന് നോ പറഞ്ഞു കഴിഞ്ഞാൽ ആ നോയാണ്. അതാണ് കൺസെൻറ്റ് എന്ന് പറയുന്നത്. ഈവൻ ഇപ്പം ഞാനും നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ പോലും നിങ്ങൾ ബൈക്ക് തരുമോ, സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കൺസെൻറ്റോടുകൂടിയാണ് സംസാരിക്കുന്നത്. അല്ലാതെ ഞാൻ പോകുന്ന വഴിക്ക് നേരെ ചേട്ടാ എന്ന് പറയും, അത് തെറ്റാണ്. അതാണ് കടന്നുകയറ്റം എന്ന് പറയുന്നത്. അതാണ് ആ നടിയോട് ഒന്നേ റിക്വസ്റ്റ് ഉള്ളൂ ഞങ്ങൾക്ക്, അവർ സെക്ഷൽ പൊവേർട്ടി എന്താണെന്നുള്ളത് പഠിക്കുക, ആ സെക്ഷൽ പൊവേർട്ടി എന്താണെന്നുള്ള തെറ്റായ ധാരണ അവർ മാറ്റുക. ലൈംഗിക താല്പര്യമോ ലൈംഗിക വാസനയോ ലൈംഗിക ആവശ്യം നിറവേറ്റണമെന്നുള്ള ആഗ്രഹമോ സെക്ഷൽ പൊവേർട്ടി അല്ല. അത് അത്തരം ആഗ്രഹങ്ങൾ നിറവേറ്റാൻ യാതൊരു ഓപ്ഷൻസും ലഭിക്കാത്ത ആളുകൾ, അവസരമില്ലാതെ ആ ഒരു ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളെയാണ് സെക്ഷൽ പൊവേർട്ടി അല്ലെങ്കിൽ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്നവർ എന്ന് പറയുന്നത്. സോ ആ നടിയുടെ സ്റ്റേറ്റ്മെൻറ്റ് തികച്ചും തെറ്റാണ് എന്നാണ് പറയാനുള്ളത്. അല്ല, ഇപ്പോൾ ഒരു സ്ത്രീക്കെതിരെ പറഞ്ഞുകൊണ്ടാണല്ലോ. സ്ത്രീക്കെതിരെ പറഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ എന്ന് പറഞ്ഞാൽ അവരുടെ ഇപ്പം ഞാനിട്ടേക്കണ വസ്ത്രം കണ്ട അവർ ആകർഷിക്കുന്ന വിധത്തിലുള്ള വസ്ത്രം ഇടുമ്പോൾ ഏത് പുരുഷന്മാരാണെങ്കിലും ആകർഷിക്കും. അത് പ്രായമൊന്നുമില്ല, ചെറിയ പിള്ളേരൊന്നുമില്ല ഇന്നത്തെ കാലത്ത് ഇല്ലേ. പിന്നെ സ്ത്രീക്ക് എതിരെ എന്ന് പറയണമെന്നല്ല, എനിക്ക് മുമ്പ് സാറിൻ്റെ കൂടെ നിന്ന് പല ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ എടുത്തപ്പോൾ അന്നൊക്കെ നിന്ന് ചിരിക്കണല്ലേ ചെയ്തത്. അന്നൊക്കെ എന്തുകൊണ്ട് സാറ് പറഞ്ഞ കാലത്തൊക്കെ എതിർത്തില്ല. ഇപ്പോൾ ഈ ചെറിയ കാര്യങ്ങൾക്ക് ഇതെനിക്ക് തോന്നുന്നത് ഇവർ നല്ല എമൗണ്ടിന് വേണ്ടിയിട്ട് കളിക്കുന്ന കാര്യങ്ങൾ, അല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല. ചേച്ചിക്ക് സാറിന് നേരത്തെ അറിയോ? എനിക്ക് സാറിനെ അറിയാമെന്ന് പറഞ്ഞാൽ സാറ് എൻ്റെ ഫിജിക്കാർഡിൽ ഞാനുണ്ട്. പിന്നെ സാറ് ഞാനുമായിട്ട് പല ഒരു ഫോട്ടോയ്ക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് സാറിനോട് ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ഒരുപാട് ആൾക്കാരാണ്, നടക്കാൻ വയ്യാത്ത ആൾക്കാരും കിടക്കുന്നവരെയൊക്കെ സാറ് സംരക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ എനിക്ക് സാറിനോട് ഒരുപാട് ബഹുമാനം. ചേച്ചിക്ക് എന്തെങ്കിലും ഹെൽപ്പ് കിട്ടിയിട്ടുണ്ടോ? എനിക്ക് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല, പക്ഷേ ഞാൻ ഫിജിക്കാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലാണ്ട് എനിക്കൊന്നും കിട്ടിയിട്ടില്ല. എനിക്ക് അതിൽ നിന്ന് വരുന്ന വരുമാനം മതി. പിന്നെ പയ്യ ഞാൻ ആയിക്കോളും എന്നെനിക്ക് വിശ്വാസമുണ്ട്. സാറ് ഇറങ്ങാൻ വേണ്ടി കാത്തുക്കാണോ? അതെ, ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്.